കേരളം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് UDF പറയുന്നു. LDFും ഇതുതന്നെയാണ് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ പ്രതിസന്ധി എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചില്ല എന്ന് മാത്രം. കേരളത്തിലെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാൻ കഴിയും? അതിനുള്ള ഒരു പോംവഴി നികുതി കർശനമായി പിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നികുതിദായകർ എന്ന് മുൻ ബജറ്റുകളിലൊക്കെ സർക്കാർ സൂചിപ്പിച്ചത് വ്യാപാരികളെയാണ്. സത്യത്തിൽ വ്യാപാരികൾ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന നികുതി സർക്കാരിലേക്ക് അടയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നികുതിദായകർ യഥാർത്ഥത്തിൽ സാധാരണക്കാരാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ബജറ്റിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് മലയാള മനോരമ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. അതായത് കേരള സർക്കാരിന് കിട്ടേണ്ട 100 കോടി രൂപ, മദ്യവ്യാപാരികളിൽ നിന്ന് കിട്ടേണ്ട 100 കോടി രൂപ, ആ 100 കോടി രൂപ എവിടെ പോയി എന്ന ചോദ്യമാണ് വരുന്നത്. കാരണം കേരളത്തിലെ ബാർ ഹോട്ടൽ ഉടമകളിൽ നിന്ന് സർക്കാർ കളക്ട് ചെയ്യുന്നത് ടേൺ ഓവർ ടാക്സ് ആണ്. അതായത് അവരുടെ ആകെ വിറ്റുവരവിൻ്റെ 10% അവർ നികുതിയായിട്ട് നൽകണം. കാരണം മദ്യം അവർ ജനങ്ങൾക്ക് കൊടുക്കുന്ന മദ്യം അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന മദ്യം അവർ ബീവറേജസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങുന്നതാണ്. ആ ബീവറേജസ് കോർപ്പറേഷനിലാണ് അവർ മദ്യത്തിന് നികുതി അടയ്ക്കുന്നത്. പിന്നീട് അവർ ഇതേ മദ്യം തന്നെ നാട്ടുകാർക്ക് കൊടുക്കുന്ന സമയത്ത്, ബാർ ഹോട്ടലിലൂടെ കൊടുക്കുന്ന സമയത്ത് അവരുടെ മൊത്തം വിറ്റുവരവിൻ്റെ 10% നികുതിയായിട്ട് നൽകുകയാണ് വേണ്ടത്. ഇവിടെ അവസാന വർഷം, അതായത് കേരള ഇടതുമുന്നണി സർക്കാരിൻ്റെ അവസാനത്തെ സാമ്പത്തിക വർഷം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 100 കോടി രൂപ കുറവായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ബാർ ഹോട്ടൽ ഉടമകളുമായിട്ട് സന്ധി ചെയ്തുകൊണ്ട് പിരിവിൽ അവർ പിറകോട്ട് പോയി എന്നുള്ളത് തന്നെയാണ്. ഇതിന് മറ്റൊരു കാരണവും സർക്കാരിന് പറയാൻ കഴിയില്ല. അപ്പം ഇലക്ഷൻ വരുന്ന സമയത്ത് കേരളത്തിലെ ബാർ ഹോട്ടൽ ഉടമകൾക്ക് 100 കോടി രൂപയുടെ സൗജന്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരിൽ നല്ലൊരു ശതമാനം തുക പാർട്ടി ഫണ്ടായി വാങ്ങി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇത്തരത്തിലുള്ള ബാർ ഹോട്ടൽ ഉടമകളുമായിട്ട് CPM ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് നമുക്കറിയാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലാണ് അവർ ബാർ ഹോട്ടലുകളൊക്കെ പൂട്ടിയത്. അത് പിണറായി വിജയൻ വന്ന സമയത്ത് അത് തുറക്കുകയും ചെയ്തു. അവരുടെ മാനദണ്ഡങ്ങളൊക്കെ മാറ്റി 3 സ്റ്റാർ മുകളുള്ള ബാർ ഹോട്ടലുകളൊക്കെ തുറന്നു. കേരളത്തിലെ 400 ബാറുകളാണ് അന്ന് തുറന്നത്. പക്ഷെ നമുക്കറിയാം, ഈ ബാർ ഹോട്ടലുകളിൽ നിന്ന് കിട്ടേണ്ട വരുമാനം, ടേൺ ഓവർ ടാക്സ് കിട്ടിയിരുന്നുവോ എന്നുള്ളൊരു ചോദ്യമാണ് അന്ന് ഉയർന്നത്. കേരളത്തിലെ നിരവധി ബാർ ഹോട്ടലുകൾ 2017 CPM അവർക്ക് പ്രവർത്തനാനുമതി കൊടുത്തു. ആദ്യത്തെ 2 വർഷം അവർ പലരും ടാക്സ് അടച്ചില്ല എന്നുള്ളതാണ് വസ്തുത. കോടിക്കണക്കിന് രൂപയാണ് CPM നേതാക്കൾ ഉൾപ്പെടെയുള്ള CPMൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ഭാരവാഹികളായിട്ടുണ്ടായിരുന്നത്. അവരുൾപ്പെടെയുള്ള ആളുകളൊന്നും തന്നെ 2 വർഷത്തോളം അവർ പണമടച്ചില്ല. മുൻകാലങ്ങളിലും, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലും ചില ബാറുകളൊക്കെ തുറന്നു പ്രവർത്തിച്ച സമയത്തും അല്ലെങ്കിൽ പൂട്ടിയ ബാർ തുറന്ന സമയത്തും ഒക്കെ തന്നെ ഇവരത് അടച്ചിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തം. ഇവർക്കൊക്കെ നോട്ടീസുകൾ പോവുകയും ചെയ്തു. പക്ഷെ എന്താണ് ചെയ്തത് സംസ്ഥാന സർക്കാർ? ബാർ ഹോട്ടൽ ഉടമകളിൽ നിന്ന് പണം കൃത്യമായി ഈടാക്കുന്നതിന് പകരം അസസ്മെൻറ്റ് നോട്ടീസ് കൊടുക്കുക, ഉദ്യോഗസ്ഥന്മാർക്ക് നോട്ടീസ് കൊടുത്ത സമയത്ത് അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ആര് ചെയ്തത്? കേരളത്തിലെ LDF സർക്കാർ ചെയ്തത്. തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തത് ബാർ ഹോട്ടൽ ഉടമകളിൽ നിന്ന് കൃത്യമായി പണം പിരിക്കാനുള്ള നടപടികളെ തടസ്സപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഇതുമൂലം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തിൻ്റെ ഖജനാവിന് വന്നത്. ഇവർ പണമടച്ചില്ല എന്നുള്ളതാണ് സത്യം. ഈ പണമടയ്ക്കാത്ത സമയത്ത് അവരെ പണമടയ്ക്കാൻ അവർക്ക് നികുതിയും അതേപോലെ തന്നെ അതിൻ്റെ ഫൈനും അടക്കും. ഓരോ ആളുകൾക്കും 2 കോടി 3 കോടിയൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാർ വരൊക്കെ അടിച്ചു കൊടുത്തിരുന്നത്. പക്ഷേ അവരെ കൃത്യമായി ആ പണം അടപ്പിക്കുന്നതിന് പകരം അവർക്ക് ഇളവുകൾ ചെയ്തു കൊടുക്കുകയാണ് ആര് ചെയ്തത്? തോമസ് ഐസക് ചെയ്തത്. തോമസ് ഐസക്കിൻ്റെ സ്വന്തം കാര്യമല്ല, ഇതൊരു പാർട്ടി ലെവലിലുള്ള ഏർപ്പാടാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബാലഗോപാലിൻ്റെ അവസാനത്തെ സാമ്പത്തിക വർഷം 100 കോടി രൂപ ബാർ ഹോട്ടൽ ഉടമകളിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ ഇതിനു മുമ്പും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അന്ന് അത് നഷ്ടപ്പെട്ട സമയത്ത് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല എന്ന് മാത്രമല്ല, അവരെ രക്ഷിക്കാൻ പുതിയ വാദഗതികൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് തോമസ് ഐസക് ചെയ്തത്.
കാരണം കേരളത്തിലെ നിരവധി ബാർ ഹോട്ടൽ ഉടമകൾ 2 വർഷത്തോളം അവർ പൈസ അടച്ചേയില്ല. പക്ഷെ അന്നൊരു നിയമമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു നടപടിക്രമം ഉണ്ടായിരുന്നു. 1 കൊല്ലം പൂർണ്ണമായിട്ടും അടച്ചില്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ അവർ പിന്നെ പുതുക്കേണ്ടി വരും, അവർക്ക് പുതുക്കാൻ കഴിയില്ല. അപ്പം അവർ ആ 1 വർഷത്തെ പണം അടച്ചതിന് ശേഷം മാത്രമേ അവർക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയൂ. അങ്ങനെ ഒരു സംവിധാനം ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ടായിരുന്ന നേരത്തെ മുതലുണ്ടായിരുന്നൊരു സംവിധാനമാണ്. അപ്പം ഇങ്ങനെ ബാർ ഹോട്ടൽ ഉടമകൾക്ക് അനുകൂലമായൊരു നിലപാടെടുക്കാൻ വേണ്ടി, അതായത് 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2 വർഷമായിട്ട് ബാർ ഹോട്ടൽ ഉടമകൾ ടേൺ ഓവർ ടാക്സ് പലരും അടച്ചിരുന്നില്ല. കുറേ ആളുകൾ അടച്ചിരുന്നു, കുറേ ആളുകൾ അടച്ചിരുന്നില്ല. അവർക്ക് അനുകൂലമായൊരു നിലപാടാണ് തോമസ് ഐസക് സ്വീകരിച്ചത്. 2020-21 ബഡ്ജറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം എങ്ങനെയായിരുന്നു? സർക്കാർ നയത്തിന്റെ ഭാഗമായി അടച്ചുപൂട്ടുകയും പിന്നീട് ലൈസൻസ് ലഭിക്കുകയും ചെയ്ത ബാർ ഹോട്ടലുകൾക്ക് സോഫ്റ്റ്വെയറിലെ പ്രശ്നങ്ങൾ മൂലം കൃത്യമായ റിട്ടേണുകൾ യഥാസമയം സമർപ്പിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ വ്യാപാരികൾക്ക് അസസ്മെന്റുകളിലൂടെ ചുമത്തപ്പെട്ട നികുതിയും പിഴയും ദുർവഹമാണെന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പ്രസ്തുത കാലഘട്ടത്തിലെ വ്യാപാരത്തിൽ കോമ്പൗണ്ടിംഗ് രീതിയിൽ കണക്കാക്കി നികുതി അടയ്ക്കാനുള്ള അവസരം നൽകും. കേരള പൊതുവിൽപ്പന നികുതി നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ടിംഗ് സമ്പ്രദായത്തിന്റെ എല്ലാ നിബന്ധനകളും ഇവർക്കും ബാധകമായിരിക്കും. ഇപ്രകാരം നികുതി അടയ്ക്കുന്നവർക്ക് പിഴ ഒഴിവാക്കുന്നതിനും ടേൺ ഓവർ ടാക്സ് പിരിച്ചെടുക്കാത്ത നികുതി ആയതിനാൽ പലിശയിൽ 50% ഇളവ് അനുവദിക്കുന്നതുമാണ്. അതിനുള്ള അപേക്ഷ ജൂലൈ 31 മുമ്പ് സമർപ്പിക്കുകയും 1ാം ഗഡുവായി നികുതിയുടെ 20% 1 മാസത്തിനുള്ളിൽ അടയ്ക്കുകയും ബാക്കി തുക ഡിസംബർ 31 മുമ്പായി 4 ഗഡുക്കളായി അടയ്ക്കുകയും വേണം. ഇതിലും പിന്നീട് ഇളവുകൾ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു തോമസ് ഐസക് ഒരു കൃത്രിമമായൊരു സാധനം ഉണ്ടാക്കുകയാണ്, അതായത് സോഫ്റ്റ്വെയറിലെ പ്രശ്നം. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിലെ പ്രശ്നം അടച്ച ആളുകൾക്ക് എന്തുകൊണ്ടുണ്ടായില്ല, അടയ്ക്കാത്ത ആളുകൾക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. കേരളത്തിലെ 400ഓളം ബാറുകളിൽ കുറേ ബാറുകൾ അടച്ചു, കുറേ ആളുകൾ അടച്ചില്ല. അപ്പം അടയ്ക്കാത്ത ആളുകൾക്ക് നേരെ നടപടി വന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ ബജറ്റിൽ നിർദ്ദേശങ്ങൾ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഡയറക്ഷൻ കൊണ്ടുവരികയാണ് തോമസ് ഐസക് ചെയ്തത്. അപ്പോൾ ഇതുമൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിന് നഷ്ടപ്പെട്ടത്. പക്ഷേ ബാർ ഹോട്ടലുകൾക്ക് ചാകരയായി. കാരണം ഒന്ന്, ബാർ ഹോട്ടൽ നേതാക്കന്മാർക്ക് ചാകരയായി, കാരണം അവരെല്ലാ ആളുകളോടും പിരിക്കും. രണ്ടാമത്തത്, പിരിച്ച് ചെറിയൊരു തുക അവർ പാർട്ടിക്ക് കൊടുക്കും. അങ്ങനെയാണ് ആദ്യം ഈ ബാർ ഹോട്ടൽ ഉടമകളൊക്കെ തന്നെ മന്ത്രിമാരെയും പാർട്ടി നേതാക്കന്മാരെയും കണ്ടിട്ട് നടക്കാത്ത കാര്യം പിന്നീട് ഒരു ബുദ്ധിപരമായ നീക്കത്തിലൂടെ ബജറ്റ് പ്രസംഗത്തിലൂടെ ഇവർക്ക് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കി കൊടുത്തത്, പൊതു ഖജനാവിന് നഷ്ടമുണ്ടാക്കി കൊടുത്തത്. ഒരു സോഫ്റ്റ്വെയർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ പ്രശ്നമേ ഇല്ല അവിടെ. ആ സോഫ്റ്റ്വെയർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പുതിയൊരു നിലപാട് സ്വീകരിച്ചു. ഇതേ നിലപാടാണ് ആര് സ്വീകരിച്ചിരിക്കുന്നത്? ബാലഗോപാൽ സ്വീകരിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് 100 കോടി രൂപ കിട്ടാൻ വേണ്ടി ബാർ ഹോട്ടൽ ഉടമകൾക്ക് 100 കോടി രൂപ. കാരണം ബാക്കി എല്ലാ വർഷവും എടുത്ത് നോക്കിയാൽ അറിയാം നമുക്ക് ബാർ ഹോട്ടലിൽ കിട്ടുന്ന വരുമാനം എത്രയാണ്. ബാർ ഹോട്ടലിന് കൂടി വരുന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ ടേൺ ഓവർ ടാക്സിൽ നിന്ന് കിട്ടേണ്ട തുക 100 കോടി രൂപ കുറഞ്ഞിരിക്കുന്നു. ഇതാണ് സംസ്ഥാനത്തിൻ്റെ, നമ്മൾ ഏറ്റവും അധികം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമയത്ത് നമുക്ക് വരുമാനം കിട്ടേണ്ട കാര്യം അത് പാർട്ടിക്ക് വരുമാനമായിട്ട് പോവുകയാണ്, ഖജനാവിന് വരുമാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ വസ്തുത.